ഹലോ എവരിവൺ, എ വോം ഗ്രീറ്റിംഗ്സ് ടു ഓൾ. ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് സെമ്മിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന കോഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് എസ്സേ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന കോംപ്ലിമെൻ്ററി പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 പോർഷൻസാണ് പ്രധാനമായിട്ടുമുള്ളത്. ഫസ്റ്റ് വൺ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് വൺ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഒരു ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുക്കമായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, അവതരിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്കോർഡിംഗ് ടു വിച്ച് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഈസ് റൺ. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്, അതുപോലെ തന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നുള്ള നാമധേയവും ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്. ഇറ്റ് ഇസ് ദി മോസ്റ്റ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകരാജ്യങ്ങളിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടന നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ട ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അത് എഴുതിയുണ്ടാക്കിയിരിക്കുന്നത് ഒരു അസംബ്ലിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കിയ അസംബ്ലിയെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതിന് ഉള്ള റെക്കമെൻഡേഷൻസ് നൽകിയത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ റിപ്പോർട്ട് അനുസരിച്ചാണ്. സോ ഓൺ ദി ബേസിസ് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുന്നു. അങ്ങനെ രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കൂടിയായിരുന്നു. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 299 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അങ്ങനെ 46 ഡിസംബർ 9 കൂടിയ ഫസ്റ്റ് മീറ്റിംഗ് മുതൽ 49 നവംബർ 26 ഭരണഘടന ജനങ്ങൾക്ക് കൈമാറുന്നിടം വരെയുള്ള കാലഘട്ടം, ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് 46 മുതൽ 49 നവംബർ 26 വരെയുള്ള കാലഘട്ടം. അതായത് 2 years 11 months and 17 days. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചിലവാക്കിയ സമയമെന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുപോലെ തന്നെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് 1934 MN റോയിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയും അതിൻ്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മറ്റൊരു വീഡിയോയിൽ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതും കൂടെ കേൾക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി കൂടി മനസ്സിലാക്കുന്നതിന് പറ്റും. നമുക്കിപ്പോൾ നേരെ പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കമായിട്ടൊന്ന് അവതരിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ടുപുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കൂടി കേൾക്കുക. അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ്, ഫീച്ചേഴ്സ് എല്ലാം കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്. ഈ വീഡിയോയിൽ നമുക്ക് ബേസിക് ഫീച്ചേഴ്സിൻ്റെ ആ മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് it is a rules and regulations according to which the administration of a state is run. And also Constitution of India is the supreme law of India. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട, ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇത് ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനും മറ്റു ചിലവ ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ അത് ഒറിജിനൽ കോൺസ് 49 നവംബർ 26 രൂപീകരിച്ച് ജനങ്ങൾക്ക് നൽകിയ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസ്, 22 പാർട്ട് ആൻഡ് 8 ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കൂടി ആയതുകൊണ്ട് 100 കണക്കിലധികം അമെൻമെൻറ്റുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ 448 ആർട്ടിക്കിൾസ്
26 പാർട്ട് ആൻഡ് 12 ഷെഡ്യൂളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, മോസ്റ്റ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് എ റിട്ടൺ ആൻഡ് ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടന നിലനിൽക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഇറ്റ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ്. ഇറ്റ് മീൻസ് ദാറ്റ് എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ ഡീറ്റെയിൽ. It consists of 395 articles, 22 part and 8 schedules. Then second one is that self-made and enacted constitution. Indian constitution is a constitution made by the people of India acting through their duly elected and representative body, that is Constituent Assembly. It is a self-made and enacted constitution. Indian constitution ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തയ്യാറാക്കിയ ജനങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഫോം ചെയ്ത ക്യാബിനറ്റ് മിഷൻ പ്ലാൻ റിപ്പോർട്ട് അനുസരിച്ച് ജനപ്രതിനിധികൾ ചേർന്ന് ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എഴുതി തയ്യാറാക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഇറ്റ്സ് എ സെൽഫ് മെയ്ഡ് ആൻഡ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് 46 ഡിസംബർ 9 അതിനുശേഷം 49 നവംബർ 26 വരെയുള്ള കാലഘട്ടം, അതായത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 ഡു ഹിയർ ബൈ അഡോപ്റ്റ് എനാക്ട് ആൻഡ് ഗീവ് ടു അവേഴ്സൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. 49 നവംബർ 26 എഴുതി എനാക്ട് ചെയ്ത് അംഗീകരിക്കപ്പെട്ട ഭരണഘടന ഗീവ് ടു അവേഴ്സൽസ് ജനങ്ങളിലേക്ക് നൽകുകയാണ്. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യയിൽ ഭരണം നടപ്പിലാക്കി തുടങ്ങുന്നത് 1950, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26 മുതലാണ്. ദെൻ തേർഡ് ഫീച്ചർ ഈസ് ദാറ്റ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രിയാമ്പിൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ മീൻസ് ദാറ്റ് it is an introduction of the constitution or mirror of the constitution. It is a preface of the constitution. ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് ഈ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ് ഭരണഘടനയുടെ സംക്ഷിപ്ത രൂപം ഉൾക്കൊള്ളുന്ന ഒരു പാരഗ്രാഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഒരു പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ട് എന്നുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ദ പ്രിയാമ്പിൾ ഈസ് ദി കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എ വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് which states the philosophy of deals with the philosophy of the constitution. It declares India to be a sovereign, socialist, secular, democratic republic. രാഷ്ട്രം എങ്ങനെയുള്ള രാഷ്ട്രമായിരിക്കണം, രാഷ്ട്രത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംക്ഷിപ്ത രൂപമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതും ജനാധിപത്യപരമായ രീതിയിലൂടെ ഒരു ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി അല്ലെങ്കിൽ അസംബ്ലി ഫോം ചെയ്ത് ആ അസംബ്ലി ജനങ്ങൾക്ക് നന്മയുണ്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനാധിപത്യപരമായി തന്നെ നമ്മൾ ചിന്തിക്കണം. 46 അന്ന് ദീർഘവീക്ഷണത്തോടു കൂടി തയ്യാറാക്കിയ ആശയങ്ങൾ ഇന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നതിന് പര്യാപ്തമായ ഒരു ഭരണഘടന തന്നെ. അപ്പോൾ എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി ജനാധിപത്യപരമായിട്ടായിരുന്നു ആ ഭരണഘടന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ഡെമോക്രസി മീൻസ് ദാറ്റ് പവർ ഓഫ് ദ പീപ്പിൾ. ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി ഭരണഘടന രൂപീകരിച്ച് അത് ജനങ്ങളിലേക്കായിരുന്നു. പ്രിയാമ്പിളിന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഗീവ് ടു അവേഴ്സൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനങ്ങൾക്ക് നൽകുകയായിരുന്നു. ജനാധിപത്യപരമായ ഭരണഘടനയാണ്. എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണക്രമമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് കൂടി ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ
വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് കൂടിയാണെന്നുള്ളത്. ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്റ്റഡ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ ഈ സോഷ്യലിസം എന്ന പദം ഉണ്ടായിരുന്നില്ല. സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ള 3 തരത്തിലുള്ള സ്റ്റേറ്റിനെ പറ്റിയായിരുന്നു വിഭാവന ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ അമെൻമെന്റ്, പ്രിയാമ്പിളിന്റെ അമെൻമെന്റ് എന്ന് പറയുന്നത് തന്നെ 76-ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. ഈ അമെൻമെന്റിലൂടെ സോഷ്യലിസ്റ്റ് എന്ന പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തു. It is now regarded as a prime feature of Indian state. India is committed to secure social, economic and political justice for its entire people by ending all forms of exploitation and by securing equitable distribution of income, resources and wealth. Socialism means that all means of production should be earned and managed by the state, and every economic activity should be undertaken with a view to common good of the society rather than individual benefit. So, securing equitable distribution of income, resources and wealth. Then another one is that India is a secular state. ഈ സെക്കുലാറിസം എന്ന പദവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നില്ല. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976-ലാണ് സെക്കുലാറിസം എന്ന പദവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത്. സെക്കുലാറിസം മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നെഗേഷൻ ഓഫ് റിലീജിയൻ ബട്ട് ഈക്വൽ റെസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻ. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മത സഹിഷ്ണുത നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. Then another one is that India is a republican state. The preamble of India declares India to be a republic. Indian constitution preamble തന്നെ പറയുന്നുണ്ട് India to be a republic. That means India is not ruled by a monarch or a nominated head of the state. Republic means that the head of the state is elected by the people directly or indirectly. India 1949 നവംബർ 26 രൂപീകൃതമായ ഭരണഘടന, ആ ഭരണഘടനയ്ക്കനുസൃതമായി ഭരണം നടപ്പിലാക്കി തുടങ്ങുന്നത് 1950 ജനുവരി 26 മുതലാണ്. അതായത് റിപ്പബ്ലിക് എന്നതുകൊണ്ട് 2 മീനിങ് ആണുള്ളത്. ഒന്ന്, സ്വതന്ത്രമായ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയ്ക്കനുസൃതമായി ഭരണം നടപ്പിലാക്കുന്ന രാഷ്ട്രം. രണ്ടാമത്തത്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. സോ അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26 ആണ്. ദെൻ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫെഡറേഷൻ. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്, ഫെഡറേഷൻ ആണ്. ഫെഡറേഷൻ മീൻസ് ദാറ്റ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 1ാമത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. എന്നാൽ ഫെഡറേഷൻ എന്ന പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിച്ചിട്ടില്ല. ഫെഡറേഷൻ എന്നർത്ഥം വരുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന പദമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് മിക്സ്ചർ ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം. ഇന്ത്യൻ ഭരണഘടന ഫെഡറേഷനോ ആണ്, അതോടൊപ്പം തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്നു. ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് പറയാം ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം, ദാറ്റ് ഇസ് എ കോസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. യൂണിറ്ററി ഫീച്ചേഴ്സും ഫെഡറൽ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു കോസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. കോസി ഫെഡറേഷൻ ഓർ എ ഫെഡറേഷൻ വിത്ത് യൂണിറ്ററി ബയാസ് ഓർ ഈവൻ ആസ് എ യൂണിറ്റേറിയൻ ഫെഡറേഷൻ. Another one is that fundamental rights. The Constitution of India grants and guarantees fundamental rights to its citizen. ഇന്ത്യൻ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിൽ 12 to 35 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 7 മൗലിക അവകാശങ്ങളായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഉണ്ടായിരുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും അത് ലീഗൽ റൈറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300 പാർട്ട് എയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നത്. First one is the right to equality, second one right to freedom, third one right against exploitation,
Fourth one, right to freedom of religion. Fifth one, cultural and educational rights. Sixth one, right to constitutional remedies. Then, fundamental duties of Indian citizen. ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന മൗലികാവകാശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അവകാശങ്ങളിലും കടമകളും ഒരേപോലെ അനുവർത്തിക്കേണ്ടവയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലികമായ കടമകൾ ചേർക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 51ാമത്തെ വകുപ്പിൽ എ വിഭാഗത്തിലായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻസേർട്ട് ചെയ്തത്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഇൻ 1976 ഇൻസേർട്ടഡ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 51A. 10 മൗലികമായ കടമകൾ 51ാം ആർട്ടിക്കിൾ എ വിഭാഗത്തിൽ ആഡ് ചെയ്തു. പിന്നീട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൗലിക അവകാശം ആക്കിയതോടുകൂടി 11ാമത് ഒരു മൗലികമായ കടമ കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ 51ാമത്തെ ആർട്ടിക്കിളിൽ ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ഇന്ന് 11 മൗലികമായ കടമകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ another one is that Indian constitution it provide bicameral union parliament. It is a bicameral legislature. Indian legislature, parliament is the name of Indian legislature. It is a bicameral legislature. 2 മണ്ഡലങ്ങളുണ്ട്. ഇന്ത്യൻ ലെജിസ്ലേച്ചറിന്റെ പേരാണ് പാർലമെന്റ്. പാർലമെന്റിന് 2 മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് ഇതിനെ അറിയപ്പെടുന്നു. ആ 2 മണ്ഡലങ്ങളാണ് ലോക്സഭയും രാജ്യസഭയും. Another one is that parliamentary system. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ആണ് എന്നുള്ളത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അറ്റ് ദി സെന്റർ ആസ് വെൽ ആസ് എവറി സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ. ഇറ്റ് ഇസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ലോക്സഭ കൺസിസ്റ്റ് ഓഫ് 2 chambers, ലോക്സഭ ആൻഡ് രാജ്യസഭ. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. എല്ലാവർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശം എൻജോയ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി 18 വയസ്സ് പൂർത്തിയാവുന്ന എല്ലാവർക്കും, വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നതാണ് അഡൽട്ട് സഫറേജ്, പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതായത് 88 വരെ 21 എന്നുള്ളതായിരുന്നു. 1988 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് 21st എന്നുള്ളത് 18 ആക്കി റെഡ്യൂസ് ചെയ്തത്. Then another one is that single integrated judiciary. Independence of judiciary as the another feature of Indian constitution. Single integrated judiciary means that constitution provides for a single integrated judicial system common for the union and state. Supreme Court of India work at the apex level, high courts at the state level, and other courts work under high courts. Then another one is that the independence of judiciary. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയുടേത്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി മീൻസ് ദാറ്റ് ജുഡീഷ്യറി മസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫ്രം ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും സ്വതന്ത്രമായ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്. Then another one is that judicial review. Judicial review means that it is a special power of a Supreme Court to declare the law of the legislature or the actions of the executive is null and void or unconstitutional. ഭരണഘടന ജുഡീഷ്യറിക്ക് നൽകിയിരിക്കുന്ന സ്പെഷ്യൽ പവറാണ് ജുഡീഷ്യൽ റിവ്യൂ. ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമങ്ങളോ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കിയ കാര്യങ്ങളോ തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രഖ്യാപിക്കാനുള്ള ജുഡീഷ്യറിയുടെ റൈറ്റിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ചുരുക്കമായിട്ടാണ് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.